വനിതകളുടെ സൗജന്യ യാത്ര സ്വകാര്യ ബസ് മേഖലയെ തകർക്കുമെന്ന് ബസ് ഉടമകൾ. പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനായി കോതമംഗലത്ത് പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രത്യേക യോഗം വിളിച്ചു ചേർത്തു. നിലവിൽ അനേകം പ്രതിസന്ധികൾ നേരിടുന്ന സ്വകാര്യ ബസ് മേഖലയ്ക്ക് ഈ പദ്ധതി തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന സൗജന്യ യാത്രാ പദ്ധതി സ്വകാര്യ ബസ് മേഖലയെ കടുത്ത പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്ന് കോതമംഗലം പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു. നിലവിലെ സാഹചര്യത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ട് സ്വകാര്യ ബസ് മേഖലയ്ക്ക് ആവശ്യമായ സംരക്ഷണ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവുമായി അസോസിയേഷൻ കോതമംഗലത്ത് പ്രത്യേക യോഗം ചേർന്നു. ബസ് യാത്രക്കാരിൽ വലിയൊരു വിഭാഗം സ്ത്രീകളായതിനാൽ സൗജന്യ യാത്രാ പദ്ധതി നിലവിൽ വരുന്നതോടെ സ്വകാര്യ ബസ്സുകളിലെ യാത്രക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് സംഭവിക്കാമെന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. മൊത്തത്തിൽ ബസ് വ്യവസായം കേരളത്തിൽ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിന് ഇമ്പോർട്ടൻസ് ഒക്കെ എല്ലാവരും പറയുമെങ്കിലും പ്രായോഗികമായിട്ടതൊന്നും നടപ്പാക്കണില്ല. എല്ലാ ആളുകളും ഈ പറയുന്ന സംസാരത്തിലല്ലാതെ പ്രവൃത്തിയിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിന് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. അത് എവിടെ നോക്കിയാലും നമ്മുടെ അനുഭവം അതാണ്. എന്നാൽ ഇത്രയേറെ ആളുകൾക്ക് യാത്ര ചെയ്യാൻ സൗകര്യവും ഒക്കെ ഉള്ളൊരു സംവിധാനം വേറൊന്നുമില്ലല്ലോ. അപ്പോൾ സ്വകാര്യ ബസ്സുകളെ സംബന്ധിച്ച് നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നത്തിലേക്കാണ് ഈ അടുത്ത ദിവസങ്ങളിൽ വരാൻ പോകുന്നത്. എല്ലാത്തിലും ഉപരി വിദ്യാർത്ഥികളുണ്ട്. ഈ പറയുന്ന വിദ്യാർത്ഥികളുടെ ചാർജ് എന്നൊക്കെ പറയുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റും, 100 പിള്ളേർ കയറിയാൽ ഒരു ബസ്സിൽ 1 ലിറ്റർ ഡീസൽ അടിക്കാൻ പറ്റില്ല. 100 വിദ്യാർത്ഥികൾ കയറിയാൽ 1 ലിറ്റർ ഡീസൽ അടിക്കാൻ നമുക്ക് പൈസ കിട്ടില്ല. അത് 100 രൂപയിൽ മേതേ ഡീസലിൻ്റെ വില. അപ്പം നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ ആനുപാതികമായ ഒരു പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നതിനെ സംബന്ധിച്ച്. അതേസമയം ഈ പറയുന്ന ഗവൺമെൻറ്, പുതിയ UDF ഗവൺമെൻറ് വന്നു. കേരളത്തിലെ എല്ലാ ആളുകൾക്കും ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ അജണ്ടയായിരുന്നു ഈ പറയുന്ന സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുക എന്നുള്ളത്. അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ പലവട്ടം ഈ പറയുന്ന ഗതാഗത മന്ത്രി ഇതിനെ സംബന്ധിച്ച് പല അഭിമുഖങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞു, എല്ലാ ആളുകളുമായി സംസാരിച്ച്, സ്വകാര്യ ബസ്സുകളുമായി സംസാരിച്ച് ഇതിന് പരിഹാരം എന്താണ് പ്രശ്നമെന്ന് പഠിച്ചതിന് ശേഷം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അതെന്താണ് സംഭവിക്കുന്നതെന്ന് ഈ പറഞ്ഞ പോലെ തിങ്കളാഴ്ച മുതൽ നമുക്കിതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. ശരിക്കും എന്താണെങ്കിലും നമ്മളെ ബാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച് സംശയമൊന്നും ഞങ്ങൾക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ യാത്രക്കാരിൽ ഒരു 60%, 65% സ്ത്രീകളെ യാത്ര ചെയ്യുന്നത് സ്വകാര്യ ബസ്സുകളെ സംബന്ധിച്ച്. എല്ലാ വണ്ടികളിലും അങ്ങനെ തന്നെയാണ്. വളരെ ദീർഘദൂര യാത്രകളിൽ മാത്രമാണ് ഈ പറയുന്ന സ്ത്രീകളുടെ എണ്ണം കുറവുള്ളത്. അതേസമയം ബാക്കി എല്ലാ യാത്രകളിലും ഒരു 65% സ്ത്രീകളാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അത് ഈ വ്യവസായത്തെ തകർക്കുമെന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. പക്ഷെ അത് എങ്ങനെ ഗവൺമെൻറ് അതിന് ഒരു പരിഹാരം കാണും എന്നുള്ളതിനെ സംബന്ധിച്ച് ചെയ്യാമെന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 60% യാത്രക്കാരും സ്ത്രീകളാണെന്നും ഇവർ KSRTC ബസ്സുകളെ കൂടുതലായി ആശ്രയിക്കുന്ന സാഹചര്യത്തിൽ സ്വകാര്യ ബസ്സുകളുടെ വരുമാനം വലിയ തോതിൽ ഇടിയുമെന്നുമാണ് ആശങ്ക. ഉയർന്ന ഇന്ധനവിലയും മറ്റ് പ്രവർത്തന ചെലവുകളും കാരണം പ്രതിസന്ധി നേരിടുന്ന സ്വകാര്യ ബസ് മേഖലയ്ക്ക് ഈ പദ്ധതി കൂടുതൽ തിരിച്ചടിയാകുമെന്നും അസോസിയേഷൻ വ്യക്തമാക്കി. വിദ്യാർത്ഥികൾക്കുള്ള നിലവിലെ ₹1 കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കണമെന്നും സ്വകാര്യ ബസ്സുകൾക്ക് നികുതി ഇളവ് അനുവദിക്കണമെന്നും ഡീസലിന് സബ്സിഡി നൽകണമെന്നും യോഗം ആവശ്യപ്പെട്ടു. സ്വകാര്യ ബസ് വ്യവസായത്തെ തകർച്ചയിലേക്ക് നയിക്കാതെ സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. 15-ാം തീയതി തിങ്കളാഴ്ച മുതൽ ബഹുമാനപ്പെട്ട സർക്കാർ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യം നൽകുകയാണ്. നമ്മളൊരിക്കലും സർക്കാർ നൽകുന്ന സൗജന്യത്തിനെതിരല്ല. പക്ഷേ ഇന്ന് നിങ്ങൾക്കറിയാം, 58,000 ബസ്സുകൾ കേരളത്തിൽ സർവീസ് നടത്തുന്നുണ്ട്. ധാരാളം 50,000, 60,000 തൊഴിലാളികൾ, അതിൻ്റെ ഉടമകൾ, അതുമായി ബന്ധപ്പെട്ട ആനുപാതികമായിട്ട് ധാരാളം ആളുകൾ ഉപജീവന മാർഗത്തിന് വേണ്ടിയാണ് ബസ് സർവീസ് നടത്തുന്നത്. ഈ സ്ത്രീകൾക്ക് സൗജന്യം നൽകിക്കഴിഞ്ഞാൽ ഏകദേശം 60% യാത്രക്കാർ സ്ത്രീകളാണ്. ഞങ്ങളുടെ ബസ്സിൽ നിന്നും സ്ത്രീകളെല്ലാം KSRTCയിലേക്ക് മാറും. അപ്പോൾ ഞങ്ങൾക്കിത് നടത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കുമ്പോൾ ഈ സ്വകാര്യ ബസ് വ്യവസായത്തെ ഒരു വ്യവസായമായി പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ട നടപടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റും സ്വീകരിക്കണമെന്നൊരു അഭ്യർത്ഥനയാണുള്ളത്. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ₹1 ആനുപാതികമായൊരു വർധനവ് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഉണ്ടാകണം. കൂടാതെ ടാക്സ് ഒഴിവാക്കി നൽകണം. അതുപോലെ പൊതുഗതാഗതം എന്നുള്ള രീതിയിൽ ഡീസലിന് സബ്സിഡി നൽകണം. ഇത്രയൊക്കെ കാര്യങ്ങൾ ഗവൺമെൻറ് ഞങ്ങൾക്ക് ചെയ്ത് തന്നാൽ പോലും ഞങ്ങളെ സംബന്ധിച്ച് ഇത് നിലനിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് കടുത്ത ആശങ്കയുണ്ട്.
കാരണം ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തോരം ഉണ്ടെന്നുള്ളത് ഒരാഴ്ച കഴിഞ്ഞാലാണ് അറിയാൻ പറ്റുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കനത്തൊരു തിരിച്ചടിയാണ്. കാരണം ഞങ്ങൾ വർഷങ്ങളായിട്ട് ഈ വ്യവസായവുമായി ബന്ധപ്പെട്ട് ഈ സർവീസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അപ്പോൾ ഞങ്ങളുടെ ഉപജീവന മാർഗം 100% മുട്ടുകയാണ്. അപ്പോൾ ഗവൺമെൻറ് ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. സീരിയസ് ആയിട്ട് എടുത്ത് ഞങ്ങളെ കൂടി നിലനിർത്താനുള്ള സംവിധാനങ്ങൾ, കാര്യങ്ങൾ ഒരുക്കി ഞങ്ങളുമായി സംസാരിച്ച് ഞങ്ങളെ കൂടി നിലനിർത്തിക്കൊണ്ട് വേണം ഈ ഗവൺമെൻറ്റിൻ്റെ ഗ്യാരണ്ടി, ഇന്ദിരാ പ്രിയദർശിനി ഗ്യാരണ്ടിയുമായി മുന്നോട്ട് പോകാൻ. അപ്പോൾ ഞങ്ങളെ കേൾക്കണം. ഞങ്ങൾക്ക് പറയാനുള്ളത് ഗവൺമെൻറ് കേട്ട് ഉചിതമായൊരു തീരുമാനമെടുത്ത് കേരളത്തിലെ സ്വകാര്യ ബസ്സുകളെ കൂടി സംരക്ഷിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിനോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. യോഗത്തിൽ കോതമംഗലം പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് ജോർജി ഏടാട്ടിൽ, വൈസ് പ്രസിഡന്റ് സാമുവൽ കൊച്ചിൻ, സെക്രട്ടറി CV നവാസ്, ജോയിന്റ് സെക്രട്ടറി രതീഷ് വേണ്ടുവഴി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ജഗന്നിവാസ് പ്രിയദർശൻ, അനുപമ സുഗതൻ, കാർത്തിക അനി, ജോസ് ബേസിൽ, പുലരി പ്രസാദ്, ജോസ് NMS, സിബി NMS, യാക്കൂബ് ഹീറോ യങ്സ്, മീരാൻ CMS എന്നിവർ പങ്കെടുത്തു. മീഡിയ 60 കോതമംഗലം.